പൊഴിഞ്ഞു തരട്ടെ. ഒരു മുട്ട മസാല ആയാലോ? ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടേ. അത് നന്നായിട്ട് ചൂടായി വരുമ്പോ നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇവിടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടേ. അപ്പൊ അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണേ. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ. നന്നായിട്ട് ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന്റെ ചൂടെല്ലാം ആറി കഴിയുമ്പോഴേ നമുക്കതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി അതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാവേ. ഇത് നന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. ഇതാ മുട്ട ഇതുപോലെ പുഴുങ്ങി എടുത്തതിന് ശേഷം പകുതിയാക്കി എടുത്ത് വെക്കണേ. അതിലേക്ക് നമ്മുടെ മസാല നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അടിപൊളിയല്ലേ? ഇതാ ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള പകുതി വശം വെച്ച് നമുക്കിങ്ങനെ അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കത് കഴിച്ചു വെക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കി വെച്ചാലോ? പിന്നെന്താ? സഖിക്കുട്ടി കഴിച്ചു നോക്കടാ. നീ കുട്ടി കഴിച്ചു നോക്ക്. ഇഷ്ടായോ? ഇതിന്റെ ഉള്ളിലെ മസാല, അയ്യോ ഉണ്ണി, മസാല അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇഷ്ടായോ മുന്നി? ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. പറയാനല്ലോ, അടിപൊളിയാണ്. നല്ല മസാല അല്ലേ? പിന്നെ മുട്ട പുഴുങ്ങി കഴിക്കാൻ ആഗ്രഹിക്കുന്നവര് ഇതുപോലെ മസാല ഉണ്ടാക്കി കഴിച്ചോട്ടോ. വെറൈറ്റി ടേസ്റ്റ് ആണ്, അടിപൊളിയാണ്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൊടുക്കട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.